കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ. പറശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടൂൽ റൂട്ടിൽ സർവീസ് നടത്താനൊരുങ്ങുന്ന 2 ബോട്ടുകൾ അഴീക്കൽ തുറമുഖത്ത് എത്തി. സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിർമ്മിച്ച ആലപ്പുഴയിൽ നിന്നും 5 ദിവസം യാത്ര ചെയ്ത അഴീക്കൽ തുറമുഖത്തെത്തിയ ബോട്ടുകൾ KV സുമേഷ് MLA സന്ദർശിച്ചു. ബോട്ട് സർവീസ് കാര്യക്ഷമമാക്കുന്നതിനൊപ്പം പാസഞ്ചർ കം ടൂറിസം എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ബോട്ടുകൾ തയ്യാറാക്കിയതെന്ന് MLA പറഞ്ഞു. ഇരു ബോട്ടുകളിലും അല്പദൂരം യാത്ര ചെയ്ത MLA ബോട്ടുകളിലെ ഇരട്ട എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്തി. ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പേർ ആശ്രയിക്കുന്ന പ്രധാന ബോട്ട് സർവീസായ അഴീക്കൽ മാട്ടൂൽ ഫെറി പറശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടൂൽ സർവീസ് കാര്യക്ഷമമാക്കുന്നതിനും കാലപ്പഴക്കം സംഭവിക്കുന്ന മരബോട്ടുകൾ മാറ്റി ആധുനിക നിലവാരമുള്ള സോളാർ ബോട്ടുകളും കറ്റമറൈൻ ബോട്ടുകളും അനുവദിക്കണമെന്ന് KV സുമേഷ് MLA 2024 നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ബോട്ടിലെ സ്ഥിരം യാത്രക്കാരും അഴീക്കലിലെ ജനങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി MLAക്ക് നിവേദനം നൽകിയിരുന്നു. സബ്മിഷന്റെ മറുപടിയായി ഗതാഗത വകുപ്പ് മന്ത്രി ബോട്ടുകൾ അനുവദിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2 പുതിയ ബോട്ടുകൾ അനുവദിച്ചത്. അടുത്ത ദിവസം തന്നെ ബോട്ടുകൾ പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ എത്തുമെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, MV ഗോവിന്ദൻ മാസ്റ്റർ MLA എന്നിവർ ഉൾപ്പെടെ ചേർന്ന് സർവീസ് ഉദ്ഘാടനം ചെയ്യുമെന്നും MLA പറഞ്ഞു. നൂറുകണക്കിന് യാത്രക്കാർ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റൂട്ടാണ് അഴീക്കൽ പറശ്ശിനിക്കടവ് മാട്ടൂൽ ബോട്ട് സർവീസ് എന്നത്. ഈ പുതിയ 2 ബോട്ടിന്റെ നൽകിയിരിക്കുന്ന പുതിയ 2 ബോട്ടിന്റെ വരവ് ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. നല്ല ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഡബിൾ എഞ്ചിൻ യാത്രാ ബോട്ടുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോട്ടുകളാണ് വന്നിരിക്കുന്നത്. സുഗമവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് 6 ഹള്ളുകൾ ഉള്ള കറ്റമറൈൻ ഉള്ളതാണ് ബോട്ടുകൾ. 6 ഹള്ളുകളിൽ ഏതെങ്കിലും ഒന്നിൽ വെള്ളം കയറിയാൽ അലാറം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ വെള്ളം നീക്കം ചെയ്യാനും സാധിക്കും. ഇരട്ട എഞ്ചിനുകൾ, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം, ആഴമറിയാനുള്ള എക്കോ സൗണ്ട്, മ്യൂസിക് സൗണ്ട് സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളുമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം ടോയ്ലറ്റ് സംവിധാനവും ലൈഫ് ജാക്കറ്റുകളും ബോട്ടിലുണ്ട്. ഒരേ സമയം 100 യാത്രക്കാർക്കും 5 ജീവനക്കാർക്കും ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും. IRS സർട്ടിഫിക്കറ്റ് ബോട്ടുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുൻപിലും പിറകിലും യാത്രക്കാർക്ക് നിന്ന് കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഡെക്കുകളാണ് ബോട്ടുകളുടെ മുഖ്യ ആകർഷണം. ഇരുവശത്തും ഗ്ലാസുകൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ഇരുന്നും കാഴ്ചകൾ കാണാനാകും. മുകളിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കാഴ്ചകൾ കാണാനും യാത്ര ചെയ്യാനുമുള്ള സൗകര്യമാണ് ലഭ്യമാകുന്നത്. രാവിലെ 6:30 മുതൽ രാത്രി 7:30 വരെയാണ് സർവീസ് നടത്തുക. രാവിലെ 9:30 പറശ്ശിനിക്കടവിൽ തുടങ്ങുന്ന സർവീസ് വളപട്ടണം അഴീക്കൽ മാട്ടൂൽ തിരിച്ച് 1 മണിക്ക് പറശ്ശിനിക്കടവ് എത്തും. 1.5 മണിക്കൂർ യാത്രയ്ക്ക് 60 രൂപയാണ് ഈടാക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് പറശ്ശിനിക്കടവ് മുതൽ വളപട്ടണം വരെയുള്ള സർവീസിന് 40 രൂപയാണ് ചാർജ്. ബോട്ട് യാത്രയിൽ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, വാർഡ് മെമ്പർ ഷബീന, സ്റ്റേഷൻ മാസ്റ്റർ KV സുരേഷ്, ഓഫീസ് സ്റ്റാഫുകളായ VP മധുസൂദനൻ, P സനിൽ, പറശ്ശിനി കൺട്രോൾ ഓഫീസർ KK കൃഷ്ണൻ, മെക്കാനിക് NP അനിൽകുമാർ, ദിജേഷ്, ബോട്ട് ജീവനക്കാരായ ദിലീപ് കുമാർ, M സന്ദീപ്, BT ടോൺ, NK സരീഷ്, C അഭിലാഷ്, K സുമേഷ്, PK സജിത്, P സജീവൻ, K പുരുഷോത്തമൻ എന്നിവരും MLAക്ക് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.